സ്വപ്നങ്ങളെക്കാൾ ഉയരത്തിലായിരുന്ന ഒരു നടൻ, അയാൾ തൊട്ടതെല്ലാം പൊന്നായി മാറുന്ന ഒരു കാലവും, ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന ഒരാൾ സിനിമാ ലോകം നിയന്ത്രിക്കുന്ന തലത്തിലേക്ക്, സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക്. അവിടെയും തീർന്നില്ല. നിർമ്മാതാവ്, വിതരണക്കാരൻ, തിയേറ്റർ ഉടമ, ഹോട്ടൽ ഉടമ, ചലച്ചിത്ര സംഘടനകളുടെ ഭാരവാഹി എന്നീ തലങ്ങളിലേക്ക്. അതിനുമപ്പുറം മമ്മൂട്ടിയും മോഹൻലാലും അരങ്ങുവാഴുന്ന മലയാള സിനിമയിൽ ഗോപാലകൃഷ്ണ പത്മനാഭൻ സ്വന്തമായൊരു ടാഗ് ലൈൻ ഉണ്ടാക്കിയെടുക്കുന്നു. ജനപ്രിയ നായകൻ ദിലീപ്. പഠിക്കുന്ന കാലത്ത് തന്നെ മിമിക്രിയോടായിരുന്നു ദിലീപിന് താല്പര്യം. ആലുവ UC കോളേജിൽ പഠിക്കുമ്പോൾ തട്ടിൽ കയറിയതാണ്. മഹാരാജാസ് അദ്ദേഹത്തിലെ മിമിക്രിക്കാരനെ വാർത്തെടുത്തു. മിമിക്രിയിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ കൊച്ചിൻ കലാഭവനിലേക്കും പിന്നീട് ഹരിശ്രീയിലേക്കും എത്തുന്നു. കലാഭവനിൽ വെച്ചാണ് ഗോപാലകൃഷ്ണൻ ദിലീപ് എന്ന പേര് മാറ്റുന്നത്. അവിടെ ഉണ്ടായിരുന്ന സൗഹൃദ ബന്ധങ്ങളാണ് അദ്ദേഹത്തിന് സിനിമാ ലോകത്തേക്കുള്ള വാതിൽ തുറന്നത്. കമലിന്റെ അസിസ്റ്റന്റായി തുടക്കം. പിന്നീട് അയാൾ സിനിമയിൽ പരിചയക്കാരെയുണ്ടാക്കി. വിഷ്ണുലോകം തുടങ്ങിയ ചിത്രങ്ങളിൽ അസിസ്റ്റ് ചെയ്തു. അങ്ങനെ സിനിമയിൽ ഒരു അടിത്തറ കെട്ടിപ്പടുത്തു. പിന്നീട് 1992 എന്നോട് ഇഷ്ടം കൂടാമോ എന്ന കമൽ ചിത്രത്തിൽ ആ സഹസംവിധായകന് ഒരു ചെറിയ വേഷം ലഭിക്കുന്നു. പിന്നീട് അത് അയാളുടെ കാലമായി മാറ്റിയത് കാലം തന്നെയായിരിക്കും. സൈന്യം, സാഗരം സാക്ഷി, സുദിനം, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങൾ. ഒടുവിൽ സുനിൽ സംവിധാനം ചെയ്ത മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിലൂടെ നായക വേഷത്തിലേക്ക്. അതിലും തീർന്നില്ല ആ കുതിപ്പ്. ലോഹിതദാസ് എഴുതി സുന്ദർദാസ് സംവിധാനം ചെയ്ത സല്ലാപം സിനിമ സൂപ്പർ ഹിറ്റ് എന്ന് സിനിമാ ലോകം തന്നെ വാഴ്ത്തി. ഒപ്പം സിനിമയിലെ മഞ്ജു വാര്യർ ദിലീപ് കൂട്ടുകെട്ടും ആരാധകർ ഏറ്റെടുക്കുന്നു. 1998 മഞ്ജുവിനെ ദിലീപ് സ്വന്തമാക്കുന്നു. അതോടെ മഞ്ജു സിനിമ വിട്ട് വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടി. 2015 മഞ്ജുവും ദിലീപും നിയമപരമായി വേർപിരിഞ്ഞു. പക്ഷെ ഈ കാലയളവിനിടയിൽ മലയാള സിനിമയിൽ എല്ലാമായി മാറിക്കഴിഞ്ഞിരുന്നു ദിലീപ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന ഒരു ഗോപാലകൃഷ്ണന്റെ വളർച്ച. മലയാള സിനിമയിലെ താരങ്ങളെ എല്ലാം വെള്ളിത്തിരയിൽ ഒരുമിപ്പിച്ച് 2020 എന്നൊരു ചിത്രം പോലും ദിലീപ് അന്ന് സാധ്യമാക്കി. മഞ്ജുവുമായുള്ള വിവാഹബന്ധം പിരിഞ്ഞ് 2ാം വർഷം ദിലീപ് വീണ്ടും വിവാഹിതനായി. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കുമുതൽ നിരവധി ചിത്രങ്ങളിൽ ഒപ്പം അഭിനയിച്ച കാവ്യ മാധവനായിരുന്നു വധു. ഇരുവരും തമ്മിൽ പ്രണയമായിരുന്നു എന്ന ഗോസിപ്പുകൾ കൂടിയാണ് അവിടെ അന്ന് അവസാനിച്ചത്. പിന്നെയും താരം മുന്നോട്ട് പോയി, ഒരടി പോലും പിഴയ്ക്കാതെ, ഉറച്ച ആത്മവിശ്വാസത്തോടെ. എന്നാൽ ഈ ജനപ്രിയ നായക പദവി ഒറ്റ രാത്രി കൊണ്ട് മലയാളി തിരികെ വാങ്ങി. മലയാള സിനിമയുടെ തലക്കുറി മാറ്റിയെഴുതിയ ദിവസം 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ട ദിനം. ആ കേസിലെ 8ാം പ്രതി ദിലീപായിരുന്നു. താരപരിവേഷങ്ങൾ അഴിച്ചുവെച്ച് ദിലീപ് ജയിലിലേക്ക്. 85 ദിവസം ജയിൽവാസം. പിന്നീട് സാക്ഷി വിസ്താരങ്ങൾ, കൂറുമാറ്റം, നീണ്ട വിചാരണ എന്നിവയ്ക്ക് കേരളം സാക്ഷിയായി. പക്ഷെ കോടതി വിധിക്ക് വേണ്ടി ആരും കാത്തുനിന്നില്ല. ജനപ്രിയ നായകനെ അവർ തള്ളിക്കളഞ്ഞു. ദിലീപിന്റെ തകർച്ചയ്ക്ക് സിനിമാ ലോകം സാക്ഷിയായി. ദിലീപിന്റെ ചിത്രങ്ങൾ ആ വർഷങ്ങളിലും തുടരെ പുറത്തിറങ്ങി. ജോർജേട്ടൻ സ്ഫൂരം, രാമലീല, കോടതി സമക്ഷം, ബാലൻ വക്കീൽ, ബാന്ദ്ര, ശുഭരാത്രി, പ്രിൻസ് ആൻഡ് ഫാമിലി, വോയിസ് ഓഫ് സത്യനാഥൻ എല്ലാം പുറത്തിറങ്ങിയെങ്കിലും മതിയായ രീതിയിൽ ആഘോഷിക്കപ്പെട്ടില്ല. മറ്റു പല സിനിമകളും ഇറങ്ങിയെങ്കിലും വേഗത്തിൽ തിയേറ്റർ വിട്ടു. ദിലീപിന്റെ അഭിനയത്തിന് പഴി മാത്രം ബാക്കിയായി. കാണികളുമായി കണക്ട് ആകാൻ ദിലീപിന് സാധിക്കാതെയായി. ഒരു വഴി കേസും മറ്റൊരു വഴി ദിലീപിന്റെ പതനവും. ഒടുവിൽ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനും ആകാംക്ഷയ്ക്കും വിരാമം ഇട്ടുകൊണ്ട് കേസിലെ നിർണായകമായ വിധി വന്നു. അല്ല, നീതിപീഠത്തിന്റെ അവസാന വാക്ക്. ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി. ഈ വിധി അതൊരു കംബാക്ക് ആണ്. ജനപ്രിയ നായകൻ ദിലീപിന്റെ തിരിച്ചുവരവ്. ഇനി വരാനിരിക്കുന്ന ദിലീപ് ചിത്രങ്ങൾ അനവധിയുണ്ട്. കോടതി വിധി സ്വാഗതം ചെയ്ത ശേഷമുള്ള ആദ്യ ചിത്രമായിരിക്കും ബബ്ബബ്ബ. ഒരിക്കൽ ആരാധകർ തിരിച്ചെടുത്ത ആ ജനപ്രിയ നടൻ എന്ന ടാഗ് ലൈൻ ബബ്ബബ്ബയിലൂടെ താരത്തിന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാകും ഏറ്റവും വലിയ തിരിച്ചുവരവ്. അതിനുവേണ്ടി ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി. അങ്ങനെയെങ്കിൽ ഇനി വനവാസം കഴിഞ്ഞ ദിലീപിന്റെ പട്ടാഭിഷേകം.